വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. CTET 2025 ജൂലൈയിൽ നടക്കേണ്ട CTET എന്തുകൊണ്ട് ഇതുവരെ നടന്നില്ല? ഇനി എന്നാണ് CTET ഉണ്ടാകുന്നത്? ഈ വർഷം 2025 CTET ഉണ്ടാകുമോ? ഈ CTET നമുക്ക് എഴുതി ഇതിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ KVS, NVS പോലുള്ള എക്സാമുകൾ വിളിക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനും കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പലരും അത് അറിഞ്ഞിട്ടുള്ളവർ ചോദിച്ചിട്ടുണ്ട്. CTET 4 കാറ്റഗറി ആയിട്ട് മാറ്റാൻ പോകുന്നുണ്ടോ? CTET 1, CTET 2, 3 and 4. അപ്പം ഇതുമായിട്ട് ചേർത്ത്, അതായത് CTET 1 എന്ന് പറയുന്നത് KGക്ക് വേണ്ടിയിട്ടുള്ളത്, KGക്ക് വേണ്ടിയിട്ടുള്ളത്, CTET 2 PRT, CTET 3 എന്ന് പറയുന്നത് TGTക്ക് വേണ്ടിയിട്ടുള്ളത്, CTET 4 എന്ന് പറയുന്നത് PGT. ഇതുവരെ PGTക്ക് CTET വേണ്ട. PGT സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളിലേക്ക് വേണ്ടിയിട്ട് KVS, NVS, EMRS, AES, DSSB, സൈനിക സ്കൂൾ പോലുള്ള ഏജൻസികളിൽ PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുവരെ നമുക്ക് CTET ആവശ്യമില്ല. ജസ്റ്റ് PG പ്ലസ് B.Ed മതിയാകുമായിരുന്നു. അപ്പം ഇനി പുതിയ ഒരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അത് വെറും റെക്കമെൻഡേഷൻസ് മാത്രമാണോ? ഈ വർഷത്തെ CTET കൂടി CTET 4 കാറ്റഗറി, അതായത് PGTക്ക് വേണ്ടിയിട്ടുള്ള CTET വരുമോ എന്നുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ്സുകളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ആദ്യം കാണുന്നവര് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും വേണ്ടി ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ CTETന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സുകൾ ഇന്നലെ മുതൽ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ KVS, NVS, EMRS പോലുള്ള എക്സാമുകളുടെ കോച്ചിങ്ങിന്റെ അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ KTET അഡ്മിഷൻ, അതുപോലെ LPUP ലോങ് ടേമിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സുകൾ 25-ാം തീയതി മുതൽ, ഓഗസ്റ്റ് 25 മുതൽ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റിന്റെ കോച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് അതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ഇതിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ഓരോരുത്തരുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന ഏതെങ്കിലും നമ്പർ നിങ്ങൾ വിളിച്ചോ, അല്ലെങ്കിൽ 7736750473 എന്ന് പറയുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചോ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിലോട്ട് കിടക്കാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലോട്ട് കിടക്കാം. CTET ഒരു പത്രവാർത്തയാണ്. CTET എക്സാം കി നോട്ടിഫിക്കേഷൻ ജൽദ്. എത്രയും പെട്ടെന്ന് തന്നെ സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതില് ഇനി രണ്ടാമത്തെ കാര്യം വന്നു കഴിഞ്ഞാൽ എക്സാം ഉടനെ ഉണ്ടാകുമോ? എക്സാം ഉടനെ ഉണ്ടാവും. സാധാരണ CTET അല്ലെങ്കിൽ മറ്റുള്ള KVS പോലുള്ള എക്സാമുകളൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് 1 മാസമോ 1.5 മാസമേ കാണത്തുള്ളൂ ഇതിന്റെ എക്സാമിന് വേണ്ടിയിട്ട്. കാരണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഏകദേശം 1 മാസം തരും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സാംസും ഉണ്ടാവും. അപ്ലൈ ചെയ്യാനും തെറ്റുതിരുത്തുവാനുള്ള അവസരം 1 മാസത്തേക്ക് തരും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സാം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇനി ഈ CTETന്റെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് KVSന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? മിക്കവാറും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് പ്രകാരം. അപ്പൊ അതിനു മുന്നേ തന്നെ KVS വിളിക്കുന്നതിന് മുന്നേ തന്നെ CTET ഉണ്ടായിരിക്കും. അതിന്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾക്ക് CTETന്റെ റിസൾട്ട് വന്നില്ലെങ്കിൽ KVS വിട്ടു കഴിഞ്ഞാൽ NVSലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ CTET കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ CTET എക്സാമിന്റെ ക്വാളിഫിക്കേഷൻസും ഞാൻ പറഞ്ഞ 4 കാറ്റഗറി ഇപ്പോൾ മുതൽ ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചാണ് അടുത്ത ഒരു തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പം അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. CTETന്റെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്കത് പരിശോധിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതില് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് CTETന്റെ നമ്മളെ സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. CTETന്റെ സൈറ്റ് ഇതാണ്. ഈ സൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ FAQ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീസെന്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർ വിശദമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്താണ് വാട്ട് ഈസ് ക്വാളിഫിക്കേഷൻസ്? നമ്മൾ സാധാരണ നോർമൽ എന്ത് ക്വാളിഫിക്കേഷൻസ് ആണോ വേണ്ടത് അത് തന്നെയാണ്
ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് എടുത്ത് നോക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് ഞാൻ ഒരുവിധം വീഡിയോകൾ എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഐ എലിജിബിൾ ഫോർ സീറ്റ് ആസ് പെർ മൈ അക്യൂർഡ് ക്വാളിഫിക്കേഷൻസ്, അത് ഞാൻ ഈ പറഞ്ഞ മിനിമം ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് +2 ഉണ്ടെങ്കിൽ CTET 1 ഡിഗ്രി ഉണ്ടെങ്കിൽ CTET 2 നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, +2 മാത്രം പോരാ, +2 പ്ലസ് DLED-ന് CTET 1, ഡിഗ്രി പ്ലസ് BEd-ന് CTET 2 അങ്ങനെയാണ് വരുന്നത്. ഇനി ഈ FAQ-ലൊന്നും ഒരു കാര്യവും നമ്മുടെ CTET 4 കാറ്റഗറി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല. അപ്പൊ അത് റെക്കമെൻഡേഷൻസ് ആണ്, സജഷൻസ് ആണ്. എന്തായാലും ഇത്തവണ ആ CTET 1, 2, 3, 4 എന്ന് പറയുന്ന ഒരു കാറ്റഗറി തീർച്ചയായിട്ടും ഉണ്ടാകത്തില്ല. ഓക്കെ, അത് സജഷൻസും റെക്കമെൻഡേഷൻസും ഒക്കെ പോയിരിക്കുന്നതാണ്. നെക്സ്റ്റ് തവണ, അടുത്ത തവണ മുതൽ നിങ്ങൾക്ക് മിക്കവാറും എന്ത് വരാം, ഈ ഒരു 4 ലെവൽ കാറ്റഗറീസ് വരാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ CTET ഇല്ലാത്തവര് മാക്സിമം ഇപ്പോൾ തന്നെ CTET എഴുതുകയും നമ്മുടെ ഇപ്പോൾ വരാൻ പോകുന്ന KVS, NVS, EMRS, AES പോലുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യുകയും പഠിക്കുകയും അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ വളരെ ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള, ഡിസിപ്ലിൻ ആയിട്ടുള്ള, ഡിറ്റർമിനേഷനോടുകൂടിയുള്ള ഒരു സ്റ്റഡി ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ കേരള PSC-യിൽ നിന്നും വേറൊരു തലത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, എന്നാൽ അത്രത്തോളം പാടില്ലാത്ത വളരെ ഈസി ആയിട്ടുള്ള, അതിന്റെ 100 ഇരട്ടി ഈസി ആയിട്ടുള്ള എക്സാമുകളാണ് ഈ KVS-ഉം NVS-ഉം EMRS എന്നൊക്കെ പറയുന്നത്. എല്ലാവരുടെയും മുന്നിലുള്ള സംശയം എന്ന് പറയുന്നത് ഇതിന്റെ ഏജ് ആണ്. ഏജ് എന്ന് പറയുന്നത് നോർമലായിട്ട് 30, 35, 40 ആണ്. അത് ഗേൾസ് ഇപ്പൊ PRT, TGT, PGT ആ ലെവലാണ്. 30, 35, 40 ആണ്. എന്നാല് അത് ജനറലിനുള്ള ഏജ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഗേൾസ് ആൻഡ് ബോയ്സ്. ഇനി ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് AES മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അറ്റോമിക് എനർജി സ്കൂൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, KVS, NVS, EMRS-ന് ഗേൾസിന്, ലേഡീസിന് 10 ഇയർ റിലാക്സേഷൻ ഉണ്ട്. അതായത് 30, 35, 40 എന്നുള്ളത് 40, 45, 50 എന്നുള്ള ഏജിലേക്ക് നിങ്ങൾക്ക് വരുത്താൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും നോർമലായിട്ട് ജനറൽ കാറ്റഗറിയുള്ള ഗേൾസിന്. അതുപോലെ തന്നെ അത് OBC ആണെങ്കിൽ +3 കൂടെ ആഡ് ചെയ്ത് തരും. SC ആണെങ്കിൽ, SC ST ആണെങ്കിൽ +5 കൂടി ആഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാംസ് ആണത്. പിന്നെ മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത്, പലരും മെസ്സേജസിലൂടെയും കമന്റിലൂടെയും ചോദിക്കുന്നുണ്ട്, എനിക്ക് ഹിന്ദി കുറച്ചേ അറിയാവൂ, 10ാം ക്ലാസ് വരെയുള്ള ക്വാളിഫിക്കേഷനേ ഉള്ളൂ. മതി, അത് മതി, ഹിന്ദി കുറച്ചറിഞ്ഞാൽ മതി. നിങ്ങൾ ഹിന്ദിയിൽ മുൻഷിയൊന്നും ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യൂ, പഠിക്കൂ, CBTക്ക് നല്ല ഹൈ സ്കോർ വാങ്ങിക്കൂ. ഓക്കെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യം ഡിസൈഡ് ചെയ്യാം നമുക്ക്. ഹിന്ദിയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. നിങ്ങൾ ഇംഗ്ലീഷ് ഓർ ഹിന്ദിയിൽ നിങ്ങളുടെ ഇന്റർവ്യൂയോ ഡെമോ ക്ലാസ്സുകളൊക്കെ എടുത്താൽ മതി. ഓക്കെ, ഡസന്റ് മാറ്റർ, അതിലൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല. നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്ത് പഠിക്കൂ, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യൂ എന്നുള്ളതാണ് എനിക്ക് ബേസിക് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ഒരു 10 lakhs 30,000 to 50,000 വരെയുള്ള വേക്കൻസീസ് KVS-നും NVS-നും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പൊ അത്രത്തോളം വേക്കൻസി വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ PSC, HSA, HST, LP-UP-ക്കാർ 100 ഇരട്ടി പോസ്റ്റുകളുള്ള, 100 ഇരട്ടി സാധ്യതയുള്ള, 100 ഇരട്ടി എളുപ്പമുള്ള എക്സാമുകളാണ് അത്തരത്തിലുള്ള എക്സാമുകൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് CTET എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ CTET അപ്ലൈ ചെയ്ത് എഴുതുക. അതിനുള്ള കോച്ചിങ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കോച്ചിങ് ചെയ്യാം. പിന്നെ PGT ഈ തരുണത്തിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് CTET ആവശ്യമില്ല. PRTക്കും TGTക്കും മാത്രമാണ് ഇതുവരെ CTET-ന്റെ ആവശ്യകതയുള്ളത്. PGT അപ്ലൈ ചെയ്യുന്നതിന് CTET-ന്റെ ആവശ്യകത ഇല്ല. PGTക്ക് only for നിങ്ങളുടെ PG + BEd മാത്രം മതിയാകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.